ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അനാമികയുടെ അടുത്ത് നയന പറയുകയാണ്, അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ പല കേസുകളും തെളിയാതെ കിടക്കുന്നതെല്ലാം തെളിയും. ആദർശേട്ടൻ്റെ അമ്മ നിനക്കൊരു നെക്ലേസ് തന്നില്ലേ, അതിനെക്കുറിച്ചും എൻ്റെ അമ്മായിയമ്മയ്ക്ക് പാലിൽ വിഷം കൊടുത്തില്ലേ, അതിനെക്കുറിച്ചുമൊക്കെ കാര്യങ്ങളൊക്കെ തെളിയുമെന്നൊക്കെ പറയുകയാണേ. അനാമിക പറയുകയാണ്, ഇതിനൊക്കെ കാരണക്കാരൻ നിൻ്റെ അച്ഛനും അമ്മയും തന്നെ. രണ്ട് മക്കളെ കെട്ടിക്കാൻ വകയില്ലാതെ ഇരുന്നപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിട്ടതാണല്ലോ, 2 അറ്റാക്ക് കഴിഞ്ഞിരുന്നപ്പോൾ എന്ന് പറഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റി വിട്ടതാണല്ലോ, അത് നാട്ടിൽ മൊത്തവും പാട്ടാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നയന ചോദിക്കുകയാണ്, അതിനെന്താ ഇപ്പോൾ കുഴപ്പമൊന്നും. അതിൻ്റെ പിറകിൽ ഒരുത്തിനെ കൂടി കെട്ടിയൊരുക്കി ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണല്ലോ എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ നയനയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അനാമിക നല്ല മോശമായിട്ട് തന്നെ നയനയെടുത്ത് സംസാരിക്കുന്നത്. അനാമിക നയനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിന്നെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണല്ലോ നിൻ്റെ അമ്മയും, അതുപോലെ നിൻ്റെ അച്ഛൻ്റെ ഗോവിന്ദൻ്റെ മക്കളാണോ നിങ്ങളൊക്കെ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ നയനയാണെങ്കിൽ ഇതൊന്നും കേട്ട് നിൽക്കാൻ സഹിക്കാൻ പറ്റാതെ നയന അനാമികയുടെ കണ്ണത്ത് നോക്കി ഒന്ന് പൊട്ടിക്കുകയാണേ. അനാമിക നയനയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്നെ അടിച്ചുവല്ലോ എന്നിട്ട് തിരിച്ചടിക്കാൻ വേണ്ടി അനാമിക കൈ വാങ്ങുമ്പോൾ നയനയാണെങ്കിൽ അനാമികയുടെ കൈ കയറി പിടിക്കുകയാണ് അടിക്കാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് നയന അനാമികയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ അടിക്കാൻ മാത്രം വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് അനാമികയുടെ കയ്യെ പിടിച്ച് തിരിച്ചിട്ട് പറയുകയാണ്, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ കൂടെ പിറപ്പുകളെയും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല, എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ കയ്യെ പിടിച്ച് തിരിച്ച് വെച്ചിട്ട് തന്നെയാണ് നയന സംസാരിക്കുന്നത്. അനാമികയുടെ കൈയിനെ ബാക്കിൽ തിരിച്ച് വെച്ചിട്ട് നയനയാണെങ്കിൽ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് അപ്പോൾ അനാമിക പറയുകയാണ്, ഇതെന്തായാലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നയനയും പറയുകയാണ്, എന്തായാലും ഞാനും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. നിൻ്റെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാവുന്ന ഉണ്ടായിട്ട് പോലും ഞങ്ങൾ എല്ലാം മറച്ചു പിടിക്കുന്ന അനിയെ ഒരാളെ വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇനി ആ ദാക്ഷിണ്യം നീ പ്രതീക്ഷിക്കേണ്ട, എന്തായാലും ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് നയന അവിടെ നിന്ന് പോകുന്നത്. അനാമിക ആകെ ടെൻഷനിൽ നിൽക്കുകയാണ്. അതിനുശേഷം നയനയാണെങ്കിൽ നേരെ നവ്യയുടെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നവ്യയ്ക്ക് ആകെ ദേഷ്യമാവണേ. നീ അവളുടെ കരണത്തടിച്ച സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി അവൾക്ക് ഞാനും കൂടി കൊടുത്തേനെ എന്നിങ്ങനെ പറയുകയാണേ നവ്യ. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, അനാമിക നന്ദുവും അനിയുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അനിയും നന്ദുവും ഇപ്പോഴും കാണുന്നുണ്ട്. അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അനാമികയുടെ അച്ഛൻ കണ്ടിരുന്നു. അത് അനാമിക വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അനിയും നന്ദുവായിട്ടുള്ള സംസാര കാര്യങ്ങളൊക്കെ. അപ്പോൾ അനിയുടെ അടുത്തും നന്ദുവിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞിരുന്നതാണ്, ഇനി അധികമായിട്ടുള്ള കൂടിക്കാഴ്ചകളും സംഭാഷണമൊന്നും വേണ്ട എന്ന്. ഇനി പുറത്ത് പോവുകയാണെങ്കിൽ ഇനി അനിയുടെ ബാക്കിൽ അനാമികയും കാണും, പുറകെ തന്നെ കാണുമെന്ന് നയന പറയുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, എന്തായാലും നന്ദുവും അനിയായിട്ട് അടുക്കാൻ നമ്മളായിട്ടൊരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അനാമിക പറയുമ്പോൾ തീർച്ചയായിട്ടും അനന്തപുരിയിൽ നന്ദു വേണമെന്ന് നവ്യ പറയുകയാണ്. നന്ദുവിനെ വിളിക്കണമെന്നുള്ള കാര്യത്തിൽ നയനയ്ക്കും നവ്യയ്ക്കും അതൊരു വാശിയായി തീർന്നിരിക്കുകയാണ്. അവരുടെ അമ്മയും അച്ഛനെയൊക്കെയാണ് അധിക്ഷേപിച്ചത്. അതുകൊണ്ട് എന്തായാലും നന്ദു അനന്തപുരിയിൽ വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് നയനയുടെ അടുത്ത് നവ്യ പറയാണ്, നീ പോയതിന് ശേഷം ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചോളാം. അവളുടെ ഒരു സത്യങ്ങൾ നമ്മൾ മൂടി വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, ചേച്ചി എന്താ അവളുടെ അടുത്ത് പറയാൻ പോകുന്നത്? അപ്പോൾ നവ്യ പറയണം, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം എന്ന്. നീ അമ്മയും കൂടിയാണല്ലോ പാലിലൊക്കെ വിഷം കലർത്തിയത്, അപ്പോൾ ആ കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ആ കാര്യം നമ്മൾ ആരടുത്തും പറയാത്തടത്തോളം കാര്യം അവർ നമ്മളെ പേടിക്കുക തന്നെ വേണമെന്നിങ്ങനെ നവ്യ പറയുകയാണ്. അനാമികയാണെങ്കിൽ നയനയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഇരിക്കുമ്പോഴാണ് നവ്യയുടെ കോള് വരുന്നത്. അപ്പോൾ കോള് കാണുമ്പോഴേ അനാമിക ഓർമ്മിക്കുകയാണ് അടുത്ത പിശാച് എന്തിനാണോ വിളിക്കുന്നതെന്ന്. നവ്യ വിളിച്ചിട്ട് ഉടൻ ചോദിക്കുന്നത്, നിനക്ക് വീണ്ടും അഹങ്കാരം കൂടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനാ വിളിച്ചതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, നാളെ നന്ദു അങ്ങോട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയാനാണ് നവ്യ വിളിച്ചത്. എന്ത് വരുന്നുണ്ടെന്ന് നവ്യ പറയുന്നത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, നാളെ എൻ്റെ അനിയത്തി അങ്ങോട്ട് വരുമ്പോൾ നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോരുത്, മിണ്ടാതെ ഇരുന്നോളണം. നീ മിണ്ടിയെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ നീ നിൻ്റെ അമ്മയും കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറയും. നിനക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്താ ബാക്കി നീ ചെയ്ത കാര്യങ്ങൾ പറയാൻ പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണേ. അനാമിക ചോദിക്കുകയാണ്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ ജീവിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അനാമിക. അപ്പോൾ നവ്യ പറയുകയാണ്, അങ്ങനെ തന്നെ നീ ജീവിക്കണം, എന്നെ പേടിച്ച് തന്നെ ജീവിക്കണമെന്ന് പറയുകയാണ്. അവിടെ പല കള്ളത്തരങ്ങളും ചെയ്ത് കൂട്ടിയിട്ടില്ലേ, അതൊന്നും ഞങ്ങൾ പുറത്ത് പറയാതെ ഇരിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പേടിച്ച് തന്നെ നീ ജീവിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് നവ്യ കോൾ കട്ട് ചെയ്യാണ്.
അനാമികയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വേണുവിൻ്റെ അടുത്തും രേവതിയുടെ അടുത്തും വരികയാണ്. വന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ വേണുവും രേവതിയും പറയുകയാണ് അവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് അവരെ അനുസരിച്ച് പോകുന്നത് തന്നെയാണ് നമുക്കും നല്ലത് എന്ന്. അവളെ നയനെ അടിച്ച സമയത്ത് നയനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങേണ്ടതില്ലായിരുന്നു എന്ന് വേണു പറഞ്ഞു കൊടുക്കുകയാണ്. അവളുമാർക്ക് നമ്മുടെ വലിയ സത്യങ്ങൾ അറിയാമല്ലോ, അവർ അത് മൂടി വെച്ച് നടക്കുകയില്ല, അപ്പോൾ നമ്മളൊന്ന് ഒതുങ്ങി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന്. അനിയും മോളും ഒത്തുപോകില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതല്ലേ. അപ്പോൾ അവിടെ നിന്ന് അനന്തപുരിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക തന്നെ വേണമെന്ന് വേണു പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല, നഷ്ടപ്പെടാൻ പോകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. നാളെ പുറത്ത് പോകേണ്ട മോള് ചിലപ്പോൾ ഇന്ന് തന്നെ പുറത്ത് പോയെന്ന് വരും. അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് കണ്ടില്ല എന്ന് നടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടതെന്ന് വേണു പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് കുറ്റപ്പെടുത്തി തന്നെയാണ് അനാമികയുടെ അച്ഛനും അമ്മയും സംസാരിക്കുക. എന്നിട്ട് അനാമിക ചോദിക്കുകയാണ്, എനിക്കിഷ്ടപ്പെടാത്ത ഒരുത്തി അനന്തപുരിയിൽ കയറി വരുന്നത് കണ്ട് ഞാൻ മിണ്ടാതെ സഹിച്ചെല്ലാം നിൽക്കണമെന്നാണോ അച്ഛനും അമ്മയും പറയുന്നതെന്ന്? അത് ഞാൻ അങ്ങനെ നിന്നാൽ അനിയുടെ അപ്പച്ചിയും അമ്മയും ഒക്കെ അത് കാണുമ്പോഴേ അവർക്ക് സംശയമാവുമെന്ന്. അവളുടെ സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കേ ഗുണം ഉണ്ടാവുള്ളൂ. അനിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും അനിയുടെ വലിയമ്മയൊക്കെ മോളെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. അനാമിക അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നു, രണ്ടുപേരും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറഞ്ഞു തരുന്നതെന്ന്. അപ്പോൾ രേവതിയും പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയതാണല്ലോ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, അതുപോലെയാണ് നമ്മൾ പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് മോളും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ ഉണ്ടാകത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനാമികയാണെങ്കിൽ മനസ്സോടെ അതൊക്കെ സമ്മതിക്കുകയാണ്. പിന്നീട് നയന ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അനാമികയാണെങ്കിൽ നയനയെ പോയിട്ട് ഏട്ടത്തി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ അത്ഭുതത്തോടെ നോക്കുകയാണ് ഇങ്ങനെ അനാമിക വന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ നയന ചോദിക്കുകയാണ്, നീ എന്നെ എന്താ വിളിച്ചതെന്ന്? അപ്പോൾ അനാമിക പറയുകയാണ്, ഏട്ടത്തിന്ന് തന്നെയാണ് വിളിച്ചതെന്ന്. അപ്പോൾ നയന ചോദിക്കുകയാണ്, നീ അങ്ങനെ വിളിക്കില്ലായിരുന്നല്ലോ ഇതുവരെ, നീ എന്നെ ഇവളെ എടിയെന്നൊക്കെയല്ലേ വിളിച്ചിരുന്നു, ഇപ്പോൾ എന്താ പറ്റിയെന്ന് നയന ചോദിക്കുകയാണേ. അത് ഏട്ടത്തി എന്നെ വിളിച്ചിരുന്നു, നാളെ നന്ദു ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ നയന ചോദിക്കുകയാണ് അതിന് എന്ന്. നയന പറയുന്നുണ്ടായിരുന്നു, നന്ദു അനിയായിട്ട് സംസാരിക്കുന്നതും കാണുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷേ നീ ഇവിടെ നടത്തുന്നത് അതുപോലെയുള്ള കാര്യങ്ങളല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നടത്തണമെന്ന് എൻ്റെ ഒരു വാശിയാണ്. അതുകൊണ്ട് നന്ദുവും അനിയായിട്ട് സംസാരിക്കണം, നന്ദു ഇങ്ങോട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നയന പറയുകയാണ്. ഇഷ്ടമില്ലാത്ത കാര്യം നടത്തണമെന്നുള്ള കാര്യം എനിക്കൊരു വാശിയാണെന്ന് നയന ഇങ്ങനെ പറയുകയാണ്. നന്ദു നാളെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നീ തന്നെ അവൾക്ക് ഭക്ഷണമെല്ലാം വിളമ്പി കൊടുക്കണമെന്ന് പറയുകയാണേ നന്ദുവിന്. അനിയത്തി ട്രെയിനിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് ഒരു നേരത്തെ ഭക്ഷണം ഈ വീട്ടിൽ വെച്ച് അനന്തപുരിയിൽ വെച്ച് കഴിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നയന പറയുകയാണ്. വീട്ടിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആഹാരം കഴിക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം, അനന്തപുരി തറവാട്ടിൽ നീ എൻ്റെ അനിയത്തിക്ക് വിളമ്പി കൊടുക്കുന്ന കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനൊപ്പം ഇരുന്ന് കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് നയന പറയുകയാണ്. എൻ്റെ അച്ഛനെയും അമ്മയും നീ ഒരുപാട് പറഞ്ഞില്ലേ, അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഇതെന്ന് പറയുകയാണ്. പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും ഒരിക്കലും മനസ്സിൽ നിന്ന് പോകത്തില്ല, അത്രയ്ക്കുള്ള രീതിയിലാണ് നീ എൻ്റെ അച്ഛനെയും അമ്മയെ അധിക്ഷേപിച്ചതെന്ന് നയന പറയുന്നുണ്ടായിരുന്നേ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒന്നും കൂടിയൊക്കെ ആലോചിച്ചു എന്ന് നയന പറയുകയാണ്. നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നയന പറഞ്ഞത്. നീ നിൻ്റെ നാക്കുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ എനിക്ക് സത്യങ്ങൾ വെളിയിൽ പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തന്നെയാണ് നയന അവിടെ നിന്ന് പോകുന്നത്. അനാമികയാണെങ്കിൽ ആകെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ നയന പറഞ്ഞതെല്ലാം കേട്ട് ആകെ സങ്കടത്തിൽ തന്നെയാണ് അനാമിക നിൽക്കുന്നത്. പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നാളെ ഏട്ടത്തി നിന്നെ അനന്തപുരിയിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നു, അതിനെക്കുറിച്ചൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനായിട്ട് എന്തിനാ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്, വരുന്നില്ലെന്ന് തീരുമാനിച്ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ അനി പറയുകയാണ്, ഏട്ടത്തി വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരെ തന്നെ വേണമെന്ന് പറയുകയാണ്. ഈ നന്ദുവായിട്ട് സംസാരിക്കുന്ന എല്ലാ നവ്യ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ വരുമ്പോൾ അവിടെ അനാമിക പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിയാണെങ്കിൽ വരണമെന്നൊക്കെയാണ് പറയുന്നത്. അനാമിക ഉള്ളപ്പോൾ അങ്ങോട്ട് വരില്ലെന്നാണ് നയനേട്ടത്തി പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ നയനേട്ടത്തിക്ക് പറ്റിയെന്ന് അറിയത്തില്ല എന്ന് നന്ദു പറയുകയാണ്. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നു, നയനേട്ടത്തിയുടെ ഈ തീരുമാനം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അതിനുശേഷം അനി പറയുകയാണ്, വൈകുന്നേരം എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് നന്ദുവിൻ്റെ പറയുകയാണ്. പുറത്ത് വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നേരെ വീട്ടിലേക്ക് വരുമെന്നൊക്കെയാണ് നന്ദുവിൻ്റെ അനി പറയുന്നത്. അപ്പോൾ നവ്യ വരുന്നത് കാണുകയാണ് നന്ദു. അപ്പോൾ നന്ദു ആണെങ്കിൽ പെട്ടെന്ന് കോളൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ് ആരാന്ന് വിളിച്ചതെന്ന്. അപ്പോൾ നന്ദു പറയുകയാണ്, അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയുകയാണ്.
അപ്പോൾ നവ്യ ചോദിക്കുകയാണ് ആ ഫ്രണ്ട് അനിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ നിനക്കൊരു പതർച്ച അത് പറയാനെന്ന്, നിൻ്റെ പകർച്ചയൊക്കെ കണ്ടിട്ട് തോന്നുന്നു അത് അനിയാണെന്ന് തന്നെയാണല്ലോ എന്ന്. നവ്യാണെങ്കിൽ നന്ദുവിന് ഉപദേശമൊക്കെ കൊടുക്കുകയാണ്. എന്തിനാ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് മോളെ, നമ്മൾ തന്നെ ഇപ്പോൾ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും 3 മരുമക്കൾ അനന്തപുരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാനും നയനിയും അതിൽ എതിർത്തതെന്ന് പറയുകയാണ്. അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോഴാണെങ്കിൽ ആദർശേട്ടൻ്റെ അമ്മയാണെങ്കിൽ നയനിയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അബിയും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നവ്യ പറയുകയാണേ. നവ്യനാണെങ്കിൽ പെട്ടെന്ന് അനിയെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ആ കാര്യമൊക്കെ നവ്യയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് അറിയാമായിരുന്നല്ലോ. ഇരിക്കുന്ന സമയത്ത് അധികം ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അനിയെ കണ്ടതിന് ശേഷമാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായത്. അനിയെ കണ്ടപ്പോഴാണ് എനിക്കൊരു മാറ്റം സംഭവിച്ചത്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ്. അപ്പം നവ്യ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടത്തില്ല. രണ്ടോടും നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോളൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്ന് നവ്യ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനിയാണ് എപ്പോഴും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ നവ്യ പറയുന്ന ആണുങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അതുകൊണ്ട് നമ്മൾ പെണ്ണുങ്ങൾ അറിഞ്ഞു വേണം അതൊക്കെ കണ്ടറിഞ്ഞ് മാറി നിൽക്കാനെന്ന് പറയുകയാണ്. നന്ദുവിനാണെങ്കിൽ പെട്ടെന്ന് അനിയെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. ആ കാര്യങ്ങളൊക്കെ പറയാൻ ചേച്ചിക്ക് അറിയാമല്ലോ. പഠിക്കുന്ന കാലത്ത് എനിക്ക് ആരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരുന്നു. പിന്നെ അനിയെ കണ്ടപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കാണെങ്കിൽ അനാമിക റൂമിൽ 2 തന്നെയാണ് കഴിയുന്നത്. അവർക്ക് ഒരു സ്നേഹവുമില്ല, അവർക്ക് തമ്മിൽ ഒരു താല്പര്യവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയണം. എന്നിട്ട് നന്ദു പറയണേ, അനിയെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും നല്ല പയ്യനാണ് അനി, മറക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നന്ദു. ഇതൊക്കെ പറഞ്ഞ് വിഷമിച്ചാണ് നന്ദു നവ്യയുടെ അടുത്തു നിന്ന് പോകുന്നത്. അതിനുശേഷം നവ്യയാണെങ്കിലും നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് നന്ദു ആണെങ്കിൽ അനി പറഞ്ഞ സ്ഥലത്ത് അനിയെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ അവിടേക്ക് നന്ദുവിനെ കാണാൻ വേണ്ടി വരികയാണ്. വരുമ്പോൾ തന്നെ നന്ദു അനിയുടെ അടുത്ത് പറയുകയാണ്, നമ്മൾ ഇതുപോലെ പുറത്ത് വെച്ചൊന്നും കാണരുതെന്ന് അനിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന്. ഞാനാണെങ്കിൽ അനിയെ കണ്ടതിൽ ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ നന്ദു പറയുകയാണ്, ഇതുപോലെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല ഒരു കാര്യത്തിനൊന്നും. നന്ദുവിനെ ഇങ്ങനെ കാണാൻ അനി വരുന്നത് തന്നെയാണ് പ്രശ്നമെന്ന് ഇങ്ങനെ നന്ദു പറയുമ്പോൾ എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം നന്ദുവിന് 2 ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് അനി വന്നത്. ഡ്രസ്സൊക്കെ അനി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, നിനക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട നല്ല ഡ്രസ്സ് നോക്കി നാളെ ഇട്ടിട്ട് വേണം അനന്തപുരിയിലേക്ക് വരാനെന്ന് അനി പറയുകയാണ് നന്ദുവിൻ്റെയിലും. നന്ദുവാണെങ്കിൽ അനിയുടെ അടുത്ത് പറയണം, ഇനി നമ്മൾ തമ്മിൽ കാണരുത്, സംസാരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിലും നന്ദു പറയുന്നതൊന്നും ഇഷ്ടമാവുന്നില്ല കേട്ടോ. രണ്ടുപേരും കാണുന്നതും സംസാരിക്കുന്നതല്ല അനാമികയാണല്ലോ അതൊക്കെ കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മളിനി കാണില്ലെന്ന് ഇങ്ങനെ നന്ദു പറയുമ്പോൾ അനി പറയുകയാണ്, അവൾക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, അവൾ ഞാൻ എപ്പോഴും വഴക്കാണല്ലോ, ആ കാര്യമൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൽ അനാമിക ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്ന് അനി പറയുകയാണ്. എന്നിട്ട് അനി പറയുന്നുണ്ടായിരുന്നു, അവളിപ്പോൾ ഉന്നമിക്കുന്നത് നമ്മുടെ സ്വത്തിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, നല്ല സംശയമുണ്ടെന്ന് ഇങ്ങനെ അനി പറയുകയാണ്. നന്ദു ആണെങ്കിൽ അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദുവിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.